ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഗുഡ്നസ് ടി വിയുടെ ബൈബിൾ പഠന പരമ്പരയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 8-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 8-ാമത്തെ അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന 7 കാഹളങ്ങളെക്കുറിച്ച് ആമുഖമായിട്ട് കുറേ കാര്യങ്ങൾ ഒക്കെ സൂചിപ്പിച്ചിരുന്നു. 7 മുദ്രകൾക്ക് ശേഷമാണ് 7 കാഹളങ്ങൾ വരുന്നത്. ഇവിടെ ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇവിടെയുള്ള പ്രതീകങ്ങൾ നാം അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ചിലരൊക്കെ ഇതിൽ പറയുന്ന വിവരണങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിലെടുത്തിട്ട് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഓരോന്നുമായിട്ട് താരതമ്യം ചെയ്ത് വെളിപാട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒത്തിരിയേറെ പേരെ വഴിതെറ്റിക്കാറുണ്ട്. പക്ഷേ ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് എന്ന് ഇതിൻ്റെ ആമുഖ ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണെങ്കിൽ ഈ 8-ാമത്തെ അധ്യായവും എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് നാം ശ്രദ്ധാപൂർവം നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഇത് ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ വിവരണത്തെയെല്ലാം നമ്മൾ കാണേണ്ടത്. 8-ാമത്തെ അധ്യായത്തിൽ 7 കാഹളങ്ങൾ മുഴക്കപ്പെടുന്നു. അപ്പോൾ ഓരോ കാഹളം മുഴക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ വിവരിച്ചിരിക്കുന്നു. ആദ്യം ഭൂമിയുടെ മേൽ ഉള്ള ദൈവത്തിൻ്റെ വിധിപ്രസ്താവം, അതുപോലെ അതിനെ തുടർന്ന് കടലിന് മീതെ ഉള്ള അവിടുത്തെ ശിക്ഷാവിധി. ഇവിടെയൊക്കെ ഭൂവാസികളുടെ നിലനിൽപ്പിനാവശ്യമായ അല്ലെങ്കിൽ അവരൊക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന സംവിധാനങ്ങളുടെ മേലാണ് ദൈവത്തിൻ്റെ ക്രോധം വന്ന് പതിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇല്ലാതാവുന്നത്. അവരൊക്കെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവരൊക്കെ പടുത്തുയർത്തിരിക്കുന്ന ആ സംവിധാനങ്ങൾ, അതാണ് കപ്പലുമായിട്ട് ബന്ധപ്പെടുത്തി, കപ്പൽ വ്യാപാരവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നത്. അപ്പോൾ ദൈവജനത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ദൈവത്തിൽ നിന്ന് അകലുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ ശിക്ഷ വന്ന് പതിക്കുന്നത്. ഇന്ന് നമ്മൾ 3-ാമത്തെ കാഹളത്തിലേക്ക് കടക്കുന്നു. 3-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തു നിന്ന് വീണ് നദികളുടെ 1/3 നീരുറവകളിന്മേലും പതിച്ചു. ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തകം. അത് വീണപ്പോൾ ജലത്തിൻ്റെ 1/3 തിക്തമായി. ഈ ജലത്താൽ അനേകം പേർ മൃതി അടഞ്ഞു, കാരണം അത് കയ്പുള്ളതാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ 3-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ ഒരു നക്ഷത്രം, വലിയൊരു നക്ഷത്രം താഴേക്ക് പതിക്കുന്നു. അപ്പോൾ താഴേക്ക് പതിക്കുന്ന ഈ ഒരു നക്ഷത്രം അത് എന്തായിരിക്കാം? അത് തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് പഴയ നിയമത്തിലുള്ള പുറപ്പാട് കഥയിൽ ഉള്ള ചില വിവരണങ്ങളുമായിട്ട് സാമ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ നീരുറവമേലും നദികളിലൊക്കെ പതിക്കുമ്പോൾ അതിലെ ജലമൊക്കെ കയ്പുള്ളതായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ആ നക്ഷത്രത്തിൻ്റെ പേര് തിക്തകം എന്നാണ് എന്ന് പറയുന്നു. തിക്തകം അത്യന്തം കയ്പുള്ള ഒരു സസ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജെറമിയ പ്രവാചകൻ പറയുന്ന കാര്യം നമുക്കൊന്ന് വായിക്കാം. ജെറമിയ 9-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം 14 തുടങ്ങാം. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവൻ്റെ പിറകെ നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു,
ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാഞ്ഞിരം അല്ലെങ്കിൽ കയ്പുള്ള ആ ജലം കുടിപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം അത് ദൈവത്തിൻ്റെ ശിക്ഷയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തിന് ദൈവം നൽകുന്ന ശിക്ഷയെ പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നതാണ് പ്രവാചകൻ്റെ ഈ വചനങ്ങൾ. അപ്പോൾ കയ്പുള്ളതാക്കപ്പെട്ടിരിക്കുന്നു. ഇത് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന വിവരണത്തിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ചിത്രമാണ്. പുറപ്പാട് കഥയിൽ എന്താ പറയുന്നത്? അവർക്ക് കുടിക്കുവാനായിട്ടുണ്ടായിരുന്ന ആ ജലം അത് വിഷമയമായിരുന്നു, അവർക്ക് കുടിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് എന്തു ചെയ്തു? അതിൻ്റെ ആ വിഷാംശം, അതിൻ്റെ കയ്പൊക്കെ മാറ്റി അത് ശുദ്ധ ജലമാക്കി മാറ്റി. പക്ഷേ ഇവിടെയാകട്ടെ അത് നേർവിപരീതമായിട്ട് അത് കയ്പുള്ളതാക്കി മാറ്റി, അത് വിഷമയമാക്കി മാറ്റി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, തന്നിൽ നിന്ന് അകലുന്ന ആ ജനത്തിന് നൽകുന്ന ആ ഒരു ശിക്ഷ. അപ്പോൾ പഴയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഭൂവാസികളുടെ മേൽ, ദൈവത്തിൽ നിന്ന് അകലുന്നവരുടെ മേൽ ദൈവം അയക്കുന്ന ശിക്ഷയായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി തുടർന്ന് നമുക്ക് 4-ാമത്തെ കാഹളത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 4-ാമത്തെ കാഹളം 12-ാമത്തെ വാക്യം. 4-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സൂര്യൻ്റെ 1/3 ചന്ദ്രൻ്റെ 1/3 നക്ഷത്രങ്ങളുടെ 1/3 ബാധിച്ചു. തന്മൂലം അവയുടെ 1/3 ഇരുണ്ടുപോയി, പകലിൻ്റെ 1/3 പ്രകാശിക്കാതായി, അതുപോലെ തന്നെ രാത്രിയും. ഈ അന്ധകാരം എന്ന് പറയുന്നതും അതും പുറപ്പാട് വിവരണത്തിൽ ഉള്ള ദൈവത്തിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ്. പുറപ്പാട് 10-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യം മുതൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായവയുടെ മേലാണ് ദൈവത്തിൻ്റെ ക്രോധം പതിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാം ഇല്ലാതാകുന്നതായിട്ട് വിവരിക്കുന്നില്ല. ഇനി ഒരു ചെറിയൊരു ഭാഗം മാത്രം നശിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കാം? ഇനി ഇവർക്ക് മാനസാന്തരത്തിനുള്ള സമയം കൊടുക്കാനാണോ? ആയിരിക്കാം. പക്ഷേ നമ്മൾ അവസാനം, ഈ അധ്യായത്തിൻ്റെ അവസാനം കാണും ഇവർ മാനസാന്തരപ്പെടുവാനായിട്ടൊന്നും ഇവർ തയ്യാറാകുന്നില്ല എന്ന്. ഇപ്പോൾ ഇവിടെ ശിക്ഷാവിധി ദൈവം നടപ്പാക്കുന്നുണ്ട്. അത് കഠിനമാണ്, പക്ഷേ അതോടൊപ്പം തന്നെ അത് പരിമിതവുമാണ്. ഇപ്പോൾ ആദ്യത്തെ ഈ 4 കാഹളങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ വിവിധ തലങ്ങളിൽ ദൈവം നടപ്പിൽ വരുത്തുന്ന ശിക്ഷാവിധിയാണ്. ഇപ്പോൾ ഭൂമിയുടെ മേലും ജലത്തിൻ്റെ മേലും ആകാശഗോളങ്ങളിലുമൊക്കെ ദൈവം അതിലൂടെ ദൈവം തൻ്റെ ശിക്ഷാവിധി നടപ്പാക്കുന്നു. അത് ആത്യന്തികമായിട്ട് ആരെയാണ് ബാധിക്കുന്നത്? അത് ഭൂവാസികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളവയുടെ മേലാണ് ഈ ശിക്ഷാവിധി പതിക്കുന്നത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്ന ആ മനുഷ്യന് അവർ അഭയം പ്രാപിക്കുന്ന ഈ പ്രപഞ്ചം തന്നെ സംരക്ഷണം നൽകുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭൗമിക തലത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നവർക്ക് സംഭവിക്കുന്നവയാണ് ഈ കാഹളങ്ങളിലൂടെ ഒക്കെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൗമിക തലത്തിൽ അവരുടെ ജീവിതം ഒതുക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുടെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കും എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്. ഇപ്പോൾ ഇതിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രതീകമുണ്ട്, അഗ്നിയുടെ പ്രതീകം. അപ്പോൾ ഈ അഗ്നിയുടെ പ്രതീകം പിന്നീട് അവസാനം നമ്മൾ 20-ാമത്തെ അധ്യായം വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ അഗ്നിയിൽ തിന്മയുടെ ശക്തികളെല്ലാം വലിച്ചെറിയപ്പെടുന്നു, അതിലെല്ലാം ദഹിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മാത്രം ആശ്രയിക്കുകയും പ്രാപഞ്ചിക ശക്തികളുടെ പിന്നാലെ മാത്രം പോവുകയും ഈ പ്രപഞ്ചത്തിലെ അധികാരങ്ങളുടെ പിന്നാലെ മാത്രം പോവുകയും അവരെ വണങ്ങുകയൊക്കെ ചെയ്യുന്നവരുടെ ജീവിതവും ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കും. ഈ ഭൂമി നശിക്കുന്നതോടുകൂടി അവരുടെ ജീവിതത്തിനും അന്ത്യമാകും എന്നാണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ ദൈവം തൻ്റെ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ രക്ഷ അവിടുന്ന് യാഥാർത്ഥ്യമാക്കും. പക്ഷേ
ഇവർക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവജനത്തിനെതിരെ നിൽക്കുന്ന ഒന്നും അത് ശാശ്വതമായിട്ട് നിലനിൽക്കുകയില്ല. മാത്രമല്ല തിന്മയ്ക്കെതിരെ ദൈവം ഒരിക്കലും നിസ്സംഗത പുലർത്തുന്നില്ല എന്നും ഈ അധ്യായം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഈ തിന്മകളുടെ ശക്തിയിൽ എത്ര നാൾ ഇതുപോലെ തുടരും എന്നുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണമാണ് ഈ ദൈവത്തിൻ്റെ ശിക്ഷാവിധികൾ ഇവിടെ നടപ്പിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ ശിക്ഷാവിധിയുടെ അർത്ഥം എന്താണ്? ബന്ധനത്തിൽ കഴിയുന്ന ദൈവജനത്തിൻ്റെ മോചനം ആസന്നമായി എന്ന് തന്നെയാണ്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിൽ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമെന്നോണം ഇടപെടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഈ തിന്മകളുടെ ശക്തികളെയെല്ലാം സാവധാനം നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവജനത്തിന് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. തങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോൾ അവയൊക്കെ നേരിടുവാനായിട്ട്, അവയൊക്കെ അഭിമുഖീകരിക്കുവാനായിട്ട് ഉള്ള ഒരു ആന്തരിക ശക്തി ഇവർക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പോൾ ആദ്യത്തെ 4 കാഹളങ്ങൾ ഭൂവാസികളുടെ മേലുള്ള ശിക്ഷയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് പ്രപഞ്ചത്തിൻ്റെ മേലുള്ള ഒരു ശിക്ഷാവിധി എന്ന നിലയ്ക്കാണ് അവതരിപ്പിക്കുക. തുടർന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള വിവരണത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അതിൻ്റെ ആമുഖത്തിലേക്ക് നമുക്ക് കടക്കാം. 13-ാമത്തെ വാക്യം. പിന്നെ ഞാൻ കണ്ടു, മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകൻ വലിയ സ്വരത്തിൽ അത് വിളിച്ചു പറയുന്നത് കേട്ടു. ഇനിയും കാഹളം മുഴക്കാൻ പോകുന്ന 3 ദൂതന്മാരുടെ കാഹളധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം. ഇപ്പോൾ ആദ്യത്തെ 4 കാഹളങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വിവരണത്തിലേക്കാണ് നാം ഇവിടെ കടക്കുക. അപ്പോൾ നമ്മൾക്ക് ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരണം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഭൂവാസികളുടെ മേൽ പതിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 4 കാഹളങ്ങൾ പ്രകൃതിയെയാണ് ബാധിക്കുന്നതെങ്കിൽ ഇനി വരുന്ന കാഹളങ്ങൾ ഭൂവാസികളുടെ നേരെയാണ് ദൈവം അയക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ ഒരു വശത്ത് അവിടുന്ന് പ്രകൃതിയുടെ മേൽ തന്നെ ശിക്ഷാവിധി അയക്കുന്നു. തുടർന്ന് അവിടുന്ന് ഭൂവാസികളുടെ മേലും തൻ്റെ ശിക്ഷാവിധി അയക്കുന്നു. ഇനി ഇവിടെ കാണുന്ന ചില പ്രതീകങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. മധ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകൻ. ഇപ്പോൾ മധ്യാകാശത്തിൽ പറക്കുന്ന, മധ്യാകാശം എന്ന് പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണ്? നട്ടുച്ചയ്ക്ക് സൂര്യൻ നിൽക്കുന്ന ആ ഒരു സ്ഥാനം. അപ്പോൾ നട്ടുച്ചയ്ക്ക്, അപ്പോൾ അവിടെ പറക്കുന്ന കഴുകൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഏവർക്കും വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ഒരു അടയാളം, പ്രതീകം. അപ്പോൾ ആർക്കും അത് നിന്ന് ഒളിഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. ഏവർക്കും ദൃശ്യമാകുന്ന ഒരു അടയാളം തന്നെയാണ്. ഇനി ഒരു കഴുകൻ്റെ ഒരു ചിത്രം. അപ്പോൾ അത് നമ്മൾ പഴയ നിയമത്തിൽ ബൈബിളിൽ കാണുന്നുണ്ട്. പലപ്പോഴും ദൈവം മനുഷ്യനെ തൻ്റെ സന്ദേശങ്ങൾ അയക്കുവാനായിട്ട് പ്രപഞ്ചത്തിലുള്ളവയെ അവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ബാലാമിൻ്റെ ആ വിവരണത്തിൽ ഉള്ള കഴുതയെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അവിടെ ആ ദൈവത്തിൻ്റെ സന്ദേശം ആ ഒരു വേറെ മൃഗത്തിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചിന്തയൊക്കെ ആദിമ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചായിരിക്കാം ഈ ഒരു കഴുകൻ്റെ പ്രതീകവുമൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകൻ വിളിച്ചു പറയുന്നു ദുരിതം, ദുരിതം, ദുരിതം. ഇനി ഈ കഴുകൻ്റെ ചിത്രം നമ്മൾ വെളിപാടിൽ വീണ്ടും കാണുന്നുണ്ട്. പക്ഷെ അവിടെ വ്യത്യസ്തമായിട്ടുള്ള അർത്ഥത്തിലാണ്. 4-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലും അവിടെ അതുപോലെ തന്നെ 12-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിലുമൊക്കെ കാണുന്നുണ്ട്. കഴുകൻ്റെ ചിറകളിൽ അവിടുന്ന് സംരക്ഷണം നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്പം വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം. അപ്പോൾ വെളിപാടിൽ നമുക്കറിയാം ഒരു പദത്തിന് ഒരർത്ഥം മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥധ്വനികളൊക്കെ കണ്ടു എന്ന് വരാം. ഇവിടെ ദൈവം തൻ്റെ സന്ദേശം ഈ ഒരു ജീവിയിലൂടെ അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇവിടെ പറയുന്നത് ഭൂവാസികൾക്ക് ദുരിതം, ദുരിതം, ദുരിതം. ഇപ്പോൾ 3 പ്രാവശ്യം ആവർത്തിക്കുന്ന ആ പദം അത് ആ ശിക്ഷയുടെ അതിൻ്റെ കാഠിന്യം സൂചിപ്പിക്കാനായിരിക്കാം. ദുരിതം എന്നുള്ളത് ഹീബ്രുവിൽ ഹോയ്, അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഉവായ്. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി
പാപികളുടെ മേൽ പതിക്കുമെന്നതിൻ്റെ ഒരു താക്കീതായിട്ട് നമുക്ക് കാണുവാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും ഇതിൻ്റെ സൂചനകൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. യേശയ്യായുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 8 മുതൽ, അല്ലെങ്കിൽ ആമോസ് 5:18, അല്ലെങ്കിൽ ജെറമിയ 13:27, എസെക്കിയേൽ 24:9, നാഹും 3:1. അപ്പോൾ ഇവിടെയൊക്കെ ദുരിതം എന്നൊക്കെ പറഞ്ഞ് ദൈവം തന്നിൽ അകന്നു പോകുന്ന ജനത്തിൻ്റെ മേൽ അവിടെ നയിക്കുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 5ഉം 6ഉം കാഹളങ്ങളിൽ 2 ദുരിതങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇനി 3 ദുരിതങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ 5ഉം 6ലും ആദ്യത്തെ 2 ദുരിതങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. ഇനി 3ാമത്തെ ദുരിതം അതെവിടെയാണ് പൂർത്തിയാകുന്നത്? അത് 7ാമത്തെ കാഹളം മുഴക്കുമ്പോൾ 11ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഈ ലോകം ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നോക്കി കാണാം. അതുമല്ലെങ്കിൽ അവസാനം ഈ പ്രപഞ്ചത്തിന് മേൽ, ബാബിലോണിൻ്റെ മേൽ തൻ്റെ വിധി പൂർണ്ണമാകുമ്പോൾ ആയിരിക്കാം ഈ ദൈവത്തിൻ്റെ വിധി പൂർത്തിയാകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവജനം രക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഒരു മറുവശമായിട്ട് ഈ തിന്മയുടെ ഉന്മൂലനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ തൻ്റെ ശിക്ഷാവിധികൾ അയക്കുന്നത് ദൈവജനത്തെ രക്ഷിക്കുന്നതിൻ്റെ ഒരു മറുരൂപം തന്നെയാണ്. അപ്പം അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ സംഭവിക്കുന്നവയിലേക്ക് ആരാധന സമൂഹം കൂടുതൽ അവധാനതയോടെ കടന്നു ചെല്ലുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ആഴത്തിൽ ഗ്രഹിക്കുമ്പോൾ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആ സംരക്ഷണം, തങ്ങൾക്ക് നൽകുന്ന ആ രക്ഷ അത് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇപ്പോൾ കാഹളങ്ങൾ പൊതുവേ നമ്മൾ കണ്ടു, അത് ദൈവജനത്തിൻ്റെ മേലുള്ളതല്ല, ദൈവത്തിൽ നിന്ന് അകന്നവരുടെ മേലാണ് പതിക്കുന്നത്. ഇനി 5ഉം 6ഉം കാഹളങ്ങളിൽ അത് നേരിട്ട് ഭൂവാസികളുടെ മേൽ പതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ശിക്ഷയ്ക്ക് ശേഷവും നമ്മൾ അവസാനം 9ാമത്തെ അധ്യായത്തിന് അവസാനം നമ്മൾ കാണുന്നുണ്ട്, ഈ ശിക്ഷയ്ക്ക് ശേഷവും ഇവരിലാരും മാനസാന്തരപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വീണ്ടും അതിലേക്ക് വരും. ഈ ശിക്ഷകളൊന്നും ഈ ജനത്തെ, ഭൂവാസികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതല്ല. നാം ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ആ ശിക്ഷ ദൈവം ശിക്ഷിച്ചിരിക്കുന്നത് അവരെയൊക്കെ മാനസാന്തരപ്പെടുത്തുവാനാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് വെളിപാടിലുള്ളത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ശിക്ഷകളൊന്നും ഈ ഭൂമിയിൽ ഒക്കെ നാം ഒക്കെ നേരിടുന്ന ശിക്ഷകളെന്ന് പറയുന്നതൊന്നും നമ്മെ മാനസാന്തരപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിച്ചുള്ളതല്ല. മാനസാന്തരപ്പെടുന്ന എപ്രകാരമാണ്? അത് സാക്ഷ്യം നൽകുന്നതിലൂടെയാണ്. അത് ആരാണ് നൽകേണ്ടത്? അത് ദൈവജനം തന്നെയാണ്. അപ്പോൾ ശിക്ഷകളല്ല, സാക്ഷ്യമാണ് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് എന്ന് ഈ 9ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണും. അപ്പോൾ അതും നമ്മൾ ഈ 7 കാഹളങ്ങളുടെ വിവരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. നമുക്കിനി 9ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 5ാമത്തെ കാഹളം മുഴക്കുന്നു. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുക. വളരെ ഭീകരമായിട്ടുള്ള ചിത്രമാണ് ഇവിടെയുള്ളത്. വളരെ വിപുലമായിട്ടുള്ള ഒരു വിവരണം ഇവിടെയുണ്ട്. 5ാമത്തെ ദൂതൻ കാഹളം മുഴക്കി, ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് വീഴുന്ന ഒരു നക്ഷത്രം ഞാൻ കണ്ടു. പാതാള ഗർത്തത്തിൻ്റെ താക്കോൽ അതിന് നൽകപ്പെട്ടു. അത് പാതാള ഗർത്തം തുറന്നു. ഗർത്തത്തിൽ നിന്ന് വലിയ തീച്ചുളയിൽ എന്ന പോലെ പുക ഉയർന്നു. ഗർത്തത്തിൽ നിന്നുള്ള പുക കൊണ്ട് സൂര്യനും അന്തരീക്ഷവും ഇരുണ്ടുപോയി. നമുക്കിതിലെ ആദ്യത്തെ പ്രതീകങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇനിയിവിടെ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു നക്ഷത്രം. അപ്പോൾ എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ നക്ഷത്രം അർത്ഥമാക്കുന്നത്? 2 സാധ്യതകളാണ് അതിനുള്ളത്. ഒന്ന്, ഇത് ദൈവീക ദൂതനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം തൻ്റെ പദ്ധതികൾ നടപ്പാക്കുവാനായിട്ട് ദൈവം അയക്കുന്ന ഒരു ദൂതൻ. അതല്ലെങ്കിൽ ഇതൊരു പൈശാചിക ശക്തിയാകാം. ഇപ്പോൾ ദൈവിക ദൂതനെന്ന് ചിലരൊക്കെ
സംശയം പ്രകടിപ്പിക്കുന്നതിന് ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ദൂതൻ അത് പതിക്കുന്നത്, നക്ഷത്രം പതിക്കുന്നത് എവിടെ നിന്നാണ്? മുകളിൽ നിന്നാണ്, ആകാശത്ത് നിന്നാണ്. അപ്പോൾ ആകാശം എന്ന് പറയുന്നത് ദൈവിക തലമാണ്, സ്വർഗീയ തലമാണ്. പക്ഷേ അത് അത്ര ശരിയായിട്ടുള്ള വ്യാഖ്യാനമാകണമെന്നില്ല. കാരണം ഞാൻ ആദ്യം പ്രതീകങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, സ്വർഗീയ തലം മലയാളത്തിൽ പലപ്പോഴും സ്വർഗമെന്നൊക്കെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അത് ആകാശം എന്നുള്ള ഒരു പദമാണ്, ഊറാനുസ് എന്ന പദമാണ്. അപ്പോൾ സ്വർഗീയ തലം, ആകാശതലം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് പരിധിയില്ലാത്ത ഒരു ശക്തി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ദൈവിക ശക്തി എന്നത് അത് അർത്ഥമാക്കുന്നില്ല. പിന്നെ രണ്ടാമത് അതിന് താക്കോൽ നൽകപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ താക്കോൽ നൽകപ്പെടുന്നു പറയുമ്പോൾ ആരാണ് നൽകുന്നത്? നമുക്കറിയാം, അത് ഈ ഒരു പാസീവ് വോയിസ്, അത് ബൈബിളിൽ പലപ്പോഴും പ്രത്യേകിച്ച് വെളിപാടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ദൈവം നൽകി എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. ഇനി 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പാതാളത്തിൻ്റെ താക്കോലുള്ള ദൂതൻ ദൈവം അയക്കുന്ന ദൂതനാണ്. പക്ഷേ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത് ഈ മുകളിൽ നിന്ന് പതിക്കുന്നത് അത് ദൈവിക ദൂതൻ തന്നെയാണ് എന്ന്. പക്ഷേ ഇത് ദൈവിക ദൂതനാകാൻ സാധ്യത വളരെ കുറവാണ്. ഇതൊരു പൈശാചിക ശക്തി തന്നെയാണ്. അധപതിച്ച ഒരു ദൂതൻ്റെ പ്രതീകമാകാനായിട്ടാണ് സാധ്യത. അശുദ്ധാത്മാക്കളെ ദൈവം പാതാളത്തിൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ഉദാഹരണം, ഈനോക്കിൻ്റെ 1-ാമത്തെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ, അതുപോലെ തന്നെ 86-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അശുദ്ധാത്മാക്കളെയൊക്കെ പാതാളത്തിൽ സൂക്ഷിക്കുന്നു. ഇനി 2-ാമത്തെ മുദ്രയിൽ സമാധാനം എടുത്തു കളയാനായിട്ട് അധികാരം നൽകപ്പെടുന്നവനെക്കുറിച്ച് പറയുന്നുണ്ട്. സമാധാനം എടുത്തു കളയാനായിട്ട് അധികാരം നൽകപ്പെടുന്നു. അപ്പോൾ അത് ദൈവിക ദൂതനെയല്ല സൂചിപ്പിക്കുന്നത്, അത് ഭൗമിക ശക്തികളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൗമിക ശക്തികൾ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂമിയിലുള്ള സമാധാനമൊക്കെ എടുത്തു കളയുന്നത്, അല്ലെങ്കിൽ യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിനെയായിരിക്കും അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് ദൈവിക ശക്തിയല്ല, അത് പൈശാചിക ശക്തി തന്നെയാണ്. ഇപ്പോൾ മനുഷ്യചരിത്രത്തിൽ തിന്മകളുടെ ശക്തികളെല്ലാം ഒരുമിച്ച് കൂട്ടാനായിട്ട് അധികാരമുള്ളവനാണ് ഈ ഒരു പിശാച്, അല്ലെങ്കിൽ താഴേക്ക് പതിച്ചവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഈ ഭൂമിയിൽ പതിക്കുന്ന ഈ നക്ഷത്രത്തിന് ഭൂമിയിൽ ഈ ചരിത്രത്തിൽ ഇടപെടാനായിട്ട് കഴിയുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ താഴേക്ക് പതിക്കുന്ന ഈ ഒരു നക്ഷത്രം ഇതൊരു പൈശാചി ശക്തിയാണ്. അപ്പോൾ ഇതിന് ഈ ഭൂമിയിലുള്ള പല ശക്തികളെയും ഒരുമിച്ച് കൂട്ടി ദൈവജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാനും പ്രവർത്തിക്കുവാനായിട്ടൊക്കെ സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇനി തുടർന്ന് പറയുന്ന ഇതിന് പാതാളഗർത്തത്തിൻ്റെ താക്കോല് നൽകപ്പെട്ടു. പാതാളഗർത്തം, അപ്പം അതിന് ഗ്രീക്ക് ഭാഷയിലുള്ള പദം അബൂസോസ് എന്നാണ്. തിന്മയുടെ ശക്തികൾ വസിക്കുന്ന ഇടമായിട്ടാണ് ഇതിനൊക്കെ അവതരിപ്പിക്കുന്നത്. ഇനി 11-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഈ പാതാളഗർത്തത്തിൽ നിന്ന് വരുന്ന മൃഗം സാക്ഷികളുമായിട്ട് യുദ്ധം ചെയ്യുന്നതും അവരെ തോൽപ്പിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പാതാളഗർത്തം എന്ന് പറയുന്നത് അത് തിന്മയുടെ ശക്തികൾ വസിക്കുന്ന ഇടമായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ഇനി ഇതിന് സമാന്തരമായിട്ടുള്ള വേറൊരു പ്രയോഗമുണ്ട്. നമ്മൾ മലയാളത്തിൽ പാതാളം എന്നൊക്കെ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹാദസ് എന്ന് പറയുന്ന പദമാണ്. അവിടെ ആത്മാക്കൾ അന്ത്യവിധിക്കായിട്ട് കാത്തു നിൽക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പാതാളം എന്നുള്ള അർത്ഥത്തിലല്ല കാണേണ്ടത്, തിന്മയുടെ ശക്തികൾ അധിവസിക്കുന്ന സ്ഥലമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഇവിടെ താക്കോൽ നൽകപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നവയെല്ലാം എന്ന് നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. വെട്ടുകിളികളോട് കൽപ്പിച്ചു, മനുഷ്യരെ പീഡിപ്പിക്കുവാനായിട്ട് അനുവദിച്ചു, ദൂതന്മാരെ അനുവദിച്ചു. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഈ പ്രയോഗങ്ങൾ, അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം ഇതിനൊക്കെ അനുവാദം കൊടുക്കുന്നു, പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു പരിധി വിട്ട് ഇവയ്ക്കൊന്നും പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല.
ദൈവജനത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയില്ല. ഇനി ഇവരുടെ ശക്തി ആരുടെ മേലാണ് കൂടുതൽ പതിക്കുന്നത്? അത് ദൈവത്തിൽ നിന്ന് അകന്നവരുടെ മേൽ മാത്രമാണ്. അപ്പോൾ ഇവർ പീഡിപ്പിക്കുന്ന ആരെയാണ്? ഭൂവാസികളുടെ മേലാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നവരുടെ മേലാണ് എല്ലാം ഇവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുക. ഇനി ഈ ദൂതൻ തുറന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. പുക ഉയർന്നു, ആ പുകയിൽ നിന്ന് വെട്ടുകിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു വന്നു. പുക ഉയർന്നു. അപ്പോൾ പുക ഉയർന്നു എന്ന് പറയുന്ന ആ ഒരു പ്രതീകം നമ്മൾ ഇതിലെ ആരംഭത്തിലുള്ള ആ ഒരു വിവരണവുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുക. ആദ്യം ഉയരുന്നത് എന്താണ്? ധൂപമാണ്, ബലിപീഠത്തിൽ നിന്നുള്ള ധൂപം. ആ ധൂപം എന്താണ്? വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഇവിടെ ഉയരുന്ന എന്താണ്? പുകയാണ്. ഈ പുക എല്ലാം അന്ധകാരമയമാക്കുന്നു. അപ്പോൾ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനകൾ ധൂപമായിട്ട് ആകാശത്തേക്ക് ഉയർന്ന് സ്വർഗത്തിലേക്ക് ഉയർന്ന് ആ തിന്മകളുടെ ശക്തികളെല്ലാം പ്രഹരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ഇവിടെ ആ പുക ഉയരുന്നത് ആ തിന്മകളുടെ ശക്തികളുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ ഈ 5-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥത്തിൻ്റെ ആഴം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയുണ്ടായിരിക്കട്ടെ.